നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ബോറിംഗ് ആയി തുടങ്ങിയോ? കാലത്ത് എണീക്കുമ്പോൾ തന്നെ ജോലിക്ക് പോകണമല്ലോ, ഓഫീസിൽ പോകണമല്ലോ എന്ന് തോന്നാറുണ്ടോ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു മേഖലയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കരിയർ കണ്ടെത്തണം. എന്ത് ചെയ്യണം? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ പഠിച്ചത് BCom ആണ്. ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യം വയലിൻ പഠിക്കാൻ പോയി. 1-2 വർഷം കൊണ്ടേ നടന്നു. പിന്നെ മനസ്സിലായി ഇതല്ല എൻ്റെ മേഖല, ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കാൻ പോയി. ജോലി ഉപേക്ഷിച്ച് നൈറ്റ് വർക്കിന് പോയി. എന്നിട്ട് കാലത്ത് സിസ്റ്റത്തിലിരുന്ന് ഇങ്ങനെ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി. അതും കുറച്ചാൾ കൊണ്ടേ നടന്നു. ഇതല്ലാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. അതും കുറച്ചാൾ കൊണ്ടേ നടന്നു. പിന്നെയും ഇത് അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഫൈനലി ഞാൻ എത്തിയത് സൈക്കോളജിയിലാണ്, ഹ്യൂമൻ ബിഹേവിയറാണ്. ഇതാണ് എൻ്റെ മേഖലയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ പലതും ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ മേഖല, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മളൊരു പുതിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ തോക്കും, ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് ആണത്, അല്ലേ? അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിസൾട്ട് ഇല്ല ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, പുതിയ കാര്യം ട്രൈ ചെയ്യണം. അതിങ്ങനെ ആലോചന മാത്രം, ഒരു ഐഡിയയിൽ മാത്രം നിൽക്കുന്നുള്ളെങ്കിൽ, അതിൽ ആക്ഷൻസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ലൈഫിൻ്റെ ഒരു ഘട്ടം, ഒരു അവസാന ഘട്ടത്തിലെത്തും. അപ്പോൾ അന്ന് തോന്നും, ഞാനന്നത് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ. ആ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു കുറ്റബോധം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ അപ്ലൈ ചെയ്യുക, ഇതിൽ നിന്ന് ഇങ്ങനെ വരുമാനം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈഡായിട്ട് പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ആൻഡ് അതിൽ റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഫൈനലി നിങ്ങൾ എത്തും, ഉറപ്പാണത്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ബോറിംഗ് ആയി തുടങ്ങിയോ? കാലത്ത് എണീക്കുമ്പോൾ തന്നെ ജോലിക്ക് പോകണമല്ലോ, ഓഫീസിൽ പോകണമല്ലോ എന്ന് തോന്നാറുണ്ടോ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു മേഖലയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ, നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കരിയർ കണ്ടെത്തണം. എന്ത് ചെയ്യണം? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ പഠിച്ചത് BCom ആണ്. ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യം വയലിൻ പഠിക്കാൻ പോയി. 1-2 വർഷം കൊണ്ടേ നടന്നു. പിന്നെ മനസ്സിലായി ഇതല്ല എൻ്റെ മേഖല, ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റോക്ക് ട്രേഡിംഗ് പഠിക്കാൻ പോയി. ജോലി ഉപേക്ഷിച്ച് നൈറ്റ് വർക്കിന് പോയി. എന്നിട്ട് കാലത്ത് സിസ്റ്റത്തിലിരുന്ന് ഇങ്ങനെ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി. അതും കുറച്ചാൾ കൊണ്ടേ നടന്നു. ഇതല്ലാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ. അതും കുറച്ചാൾ കൊണ്ടേ നടന്നു. പിന്നെയും ഇത് അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഫൈനലി ഞാൻ എത്തിയത് സൈക്കോളജിയിലാണ്, ഹ്യൂമൻ ബിഹേവിയറാണ്. ഇതാണ് എൻ്റെ മേഖലയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ പലതും ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ മേഖല, നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ